ഹലോ എവ്രി വൺ. അവിടെ തന്നെ തെറ്റിയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു അൺബോക്സിങ് വീഡിയോ. അൺബോക്സിങ് ആണോ? അല്ല, അൺബോക്സിങ് അല്ല, അൺബോക്സ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയുടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണില്ല, ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് വാങ്ങിച്ചതെന്നല്ലേ ഒന്ന് ഓൺ ചെയ്ത സിനിയ? യെസ്, ഈ ഒരു റിംഗ് ലൈറ്റ് ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ലൈറ്റ് ഇതാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ആമസോണിൻ്റെ കൊറിയർ വന്നതാണ്. നമ്മൾ അതെ, ഡിജിടെക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ 18 ഇഞ്ച്, പിന്നെ ഇതിൽ അതെ 19 ഇഞ്ചിൻ്റെ അവൈലബിൾ ആണല്ലേ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഡിജിടെക് എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡും ഡിജിടെക്കിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. കാരണം നമുക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ അതെ ഫ്ലിപ്കാർട്ടിലും പിന്നെ ആമസോണിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വേറെ കുറേ അതെ പിന്നെ കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല വാങ്ങിക്കുന്ന സമയത്ത് ഏതാണത് ക്വാളിറ്റി ഉള്ളത്, ഇതിലിപ്പോൾ ഏതാണ് നല്ലത്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്തത് വെച്ചിട്ട് ഡിജിടെക്കിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇതിൻ്റെ സ്റ്റാൻഡാണ്, 9 ഫീറ്റ് സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് അതിൻ്റെ കൂടെ സ്റ്റാൻഡ് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് സെപ്പറേറ്റ് വാങ്ങിക്കണം. സ്റ്റാൻഡ് ഒരിക്കലും കിട്ടില്ല, റിംഗ് ലൈറ്റ് മാത്രമേ അതിൻ്റെ കൂടെ വരുള്ളൂ. പിന്നെ ഈ സ്റ്റാൻഡ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് രണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത്. അതെ, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത്, കാരണം നമ്മൾ നോർമലി ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൊറിയർ വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ച് നമ്മളെല്ലാം സെറ്റാക്കി വെച്ച് അപ്പോൾ ഇനി അൺബോക്സിങ് ഞാൻ കാണിക്കുന്നില്ല, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലൊരു നല്ലൊരു ബാഗ് ഉണ്ട്, ഒരു പൗച്ച്. അപ്പോൾ അതിനുള്ളിലാണ് റിംഗ് ലൈറ്റ്. സിനിമ ഒന്ന് എടുത്ത് നോക്ക്. എങ്ങനെയുണ്ട് ക്വാളിറ്റി ഇതിൻ്റെ ബാഗിൻ്റെ ഒക്കെ? ബാഗ് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതാണ് 18 ഇഞ്ച് റിംഗ് ലൈറ്റ്. ഇത് ഇത്രയും സംഭവം. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും ഈ ബാഗിൽ? ഇപ്പോൾ ബാഗിൽ വേറെ എനിക്ക് തോന്നുന്നത് ഒരു മൊബൈലിൻ്റെ ഹോൾഡർ ഉണ്ട്. ഓക്കെ, മൊബൈലിൻ്റെ ഹോൾഡർ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ റൈറ്റ് കണക്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഈ റിംഗ് ലൈറ്റ് വാങ്ങിക്കുമ്പോൾ ഉള്ളത് കേട്ടോ. ഓക്കെ, സ്റ്റാൻഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള, എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. കാണാൻ എനിക്ക് ആക്ച്വലി ഞാൻ കരുതിൻ്റെ ട്രൈപോഡ് പോലെയാണ്, പക്ഷേ ഇതാവുന്നല്ല. ഓക്കെ, നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അല്ലേ സിനി? അപ്പോൾ ഇത് ജസ്റ്റ് നല്ല ടൈറ്റിലാണ് നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള യൂസ് ചെയ്യാൻ കാരണം നമ്മൾ ലൈറ്റല്ല കണക്ട് ചെയ്യുന്നത്, വേറെ ഒന്നും പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് എത്രയെന്ന് വെച്ചാൽ ഇവിടെ ഇതാക്കാം. പിന്നെ നമ്മൾ നോർമൽ ട്രൈപോഡൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വെക്കാം കേട്ടോ, അത്ര മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇറക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇതാകണോ, ഈ ഒരു പോയിൻ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് ടൈറ്റാക്കിയ ശേഷം ഇപ്പം നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ താഴേക്ക് മുകളിലോട്ടൊക്കെ ചെരിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ആക്കി കൊടുക്കാൻ ഇവിടെ നിൽക്കും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തിരിച്ചു കൊടുക്കുക, ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇവിടെയാണ് നമുക്ക് മൊബൈലൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ. ഓക്കെ,
അത് ഒരു സംഭവം അത് ജസ്റ്റ് അതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഒരു ഇത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? ടൈറ്റ് ആയാലേ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഇതേപോലെ താഴത്തേക്ക് വരും. ഓക്കെ. അതിനുശേഷം നമ്മൾ ഹോൾഡറിൽ ഇവിടെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉണ്ട്. അത് നമുക്ക് ഏതൊരു എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു ഇതുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഓക്കെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലോ അത് ജസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ലൈറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ പവറിന് വേണ്ടി കണക്ട് ചെയ്യുന്നത്. പവർ കേബിൾ നമ്മളിവിടെ കണക്ട് ചെയ്യും. നമ്മൾ AC DC ഏതിലും പോകും. പിന്നെ ഇവിടെ ബാറ്ററി വെക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമുക്കൊന്ന് ലൈറ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാമല്ലോ സിന്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ലൈറ്റ് ഓൺ ചെയ്യാം. യെസ്. എങ്ങനെയുണ്ട് സിനിയ? ഇനി എങ്ങനെ ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ്. കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് കളർ അഡ്ജസ്റ്റ് ചെയ്തത്, പിന്നെ ഒന്ന് ഡിം ചെയ്തത്. ഓക്കെ. അതെങ്ങനെയാണ് കളറ്? നമുക്ക് വാമും വൈറ്റും ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ വാമിലോട്ട് പോവുകയാണ്. സിനിയുടെ മുഖത്ത് ആ ഒരു ഡിഫറൻസ് കാണാം നിങ്ങൾക്ക്. ഓക്കെ. ടെക്നിക്കലി നമുക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ഇതിപ്പോൾ അതായത് നമ്മുടെ വൈറ്റ് നോർമൽ വൈറ്റ്. ഇനി നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് ഇത് ഇനി ചെറുതായിട്ട് ഇനി ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് കൂട്ടി കൊണ്ടുവരാം. നല്ല ലൈറ്റ് ഉണ്ട്. നമുക്ക് എത്രയും വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു തന്നെയാണ് ഈ ഡിജിടെക്കിൻ്റെ ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കൂടെ കാണിച്ചു തരട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. സിനി ഒന്ന് ഓൺ ചെയ്തേ. വാവ്. ഇനി അവൾക്ക് ഫ്രണ്ടിലോട്ടൊന്ന് പോയിക്കേ. അതിൻ്റെ ഫ്രണ്ടിൽ പോയിക്കോ. വാവ്. മുഖത്ത് അതെ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എങ്ങനെയുണ്ട് ക്യാമറയിൽ കാണിക്കാനെന്നുള്ളത് കാണുന്നതൊന്നും കൂടി നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിലാണ് ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഞാൻ ഈ റൂമിൽ ഒരു അത്യാവശ്യം നല്ലൊരു ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ലൈറ്റ്. സിനി ഒന്ന് ഓൺ ചെയ്ത്. യെസ്. ഇപ്പോൾ എൻ്റെ മുഖത്ത് ഡിഫറൻസ് കാണാം. പിന്നെ ഒരു പ്രശ്നം, ഇത് മെയിനായിട്ട് നമ്മൾ പാവങ്ങൾ സ്പെക്സ് വെക്കുന്നവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാം ആ റിംഗ് ലൈറ്റിൻ്റെ ഇത് എന്തോ വലിയൊരു സംഭവം നിൽക്കുന്ന പോലല്ലേ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. എനിക്ക് കാഴ്ചക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. അപ്പോൾ നോക്കി എത്ര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ യെല്ലോ ലൈറ്റിലോട്ട് പോയിട്ടുണ്ട്, കണ്ടില്ലേ? വാം ടോണാണ് എൻ്റെ മുഖത്ത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കണ്ണിൽ കാണാം ഒരു റൗണ്ട്. അതൊരു ഫോട്ടോഗ്രാഫേഴ്സൊക്കെ മെയിനായിട്ട് കീ ലൈറ്റ് വെക്കുന്നതുകൊണ്ടുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ കണ്ണിൽ ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റിംഗ് ലൈറ്റ് ആയിക്കഴിഞ്ഞാൽ ആ റൗണ്ട് പോലെ കാണും. പിന്നെ ഇതിനിപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇതിപ്പോൾ വൈറ്റിലോട്ട് പോവാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ ഇപ്പം കുറച്ചിട്ടുണ്ട്. കുറക്കുമ്പോൾ ഓഫാവും. പിന്നെ ഇങ്ങനെ കൂട്ടി അല്ലേ, നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാം, ശ്രദ്ധിക്കില്ല എൻ്റെ മുഖത്ത് എത്രത്തോളം ഷെയ്ഡ് കാര്യങ്ങളെല്ലാം ഭയങ്കര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഫോണിലെടുത്ത ഫോട്ടോ സെൽഫീസാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും ഫോണിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ DSLRൻ്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ശരിക്കും നമ്മൾ ആ കണ്ണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൗണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ശരിക്കൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഫോണിൽ എടുത്ത പോലെ തന്നെ ഉണ്ട്. സംഭവം ഉഷാറാണ്.
അപ്പോൾ യൂട്യൂബേഴ്സിന് വ്ളോഗ് ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് ഫുഡ് വ്ളോഗേഴ്സിന് അതായത് ഫുഡ് വ്ളോഗേഴ്സിനൊക്കെ മെയിനായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. ഞാനും ഫുഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫുഡ് വീഡിയോ. നിങ്ങൾക്ക് ഈ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ലൈറ്റിങ് കറക്റ്റായില്ല. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ മുകളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ആ ഒരു സംഭവമൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ്, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിലെടുത്ത ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നു എങ്ങനെയുണ്ട് എന്നുള്ളത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ മേക്കപ്പ്, അതെ, മേക്കപ്പ് ചെയ്യുന്നവർക്ക് പ്രത്യേകം പറയണം എന്താ, മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് തന്നെയാണ് ഇത്. അതേപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഡിജിടെക്കിൻ്റെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ സിനി? അപ്പോൾ റേറ്റ് ഏകദേശം ഒരു 4,000 റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡ് സെപ്പറേറ്റ് വാങ്ങിക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം. പിന്നെ ലോക്കൽ ഒരുപാട് പ്രോഡക്റ്റുകൾ കിട്ടാണ്ട് കേട്ടോ. ഇതല്ലാത്ത ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ. പക്ഷേ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാനും സിനിയും വരാം. അതെ, ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്.